ഇതെന്തിനാ ഇപ്പൊ അലാറം അടിക്കുന്നു? അതാ ഞാനും നോക്കുന്നത്. കാലത്ത് 4 മണിക്കാണല്ലോ ഞാൻ അലാറം വെച്ചത്. ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ മാത്രം ശ്രദ്ധ വേണം. വേട കൃത്യസമയം നോക്കി അലാറം വെക്കല. ഇപ്പൊ ഓക്കെ. എന്നെ എന്തിനാ നോക്കുന്നത്? ചേട്ടൻ ഇപ്പൊ എന്നെ ഉപദേശിച്ചില്ലേ, ഇനി ഞാൻ ചേട്ടനെ ഉപദേശിക്കാം. കാശ് കൊടുത്തൊരു സാധനം വാങ്ങുമ്പോ ആ സാധനം ഉപയോഗയുക്തമാണോ എന്ന് പരിശോധിച്ച് വാങ്ങണം. ഭാഗ്യത്തിന് ടൈം പീസ് വാങ്ങിയ ഞാനല്ല. ഓ, കാലത്ത് എഴുന്നേക്കാൻ ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ഇന്ന് രാത്രി ഉറങ്ങണ്ട. കാലത്ത് 4 മണിക്ക് കുളിച്ച് നേരെ സ്റ്റേഷനിലേക്ക് വിട്ടോ. വണ്ടിയിലിരുന്ന് സുഖമായിട്ട് ഉറങ്ങാലോ. അത് വേണ്ട, നീ ഇന്ന് ഉറങ്ങണ്ട. 4 മണിക്ക് എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് നിനക്ക് സുഖമായിട്ട് ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് സുഖം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരു കാര്യം ചെയ്യും, ചേട്ടൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് വിട്ടോ. പ്ലാറ്റ്ഫോമിൽ നല്ല ഫസ്റ്റ് ക്ലാസ് ബെഞ്ചുകൾ കാണും, അതിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങ്. 4:30-ക്കുള്ള വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഉണരാലോ. നേരെ വണ്ടി ചാടി കയറി പോവുകയും ചെയ്യാം. ആരാ നോക്ക്. എടാ, വാതിൽ തുറന്ന് ആരാന്ന് നോക്കാൻ. ഞാൻ ഷട്ടപ്പ്, ചേട്ടൻ ഓപ്പൺ. എന്താ ഈ നേരത്ത്? വെറുതെ. കോൺട്രാക്ടർ കിടന്നോ? ഇല്ല, എനിക്ക് നാളെ പുലർച്ചക്കുള്ള വണ്ടിക്ക് തിരുവനന്തപുരത്ത് പോകണം. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നു. ഏതായാലും സാറിനെ കണ്ടത് നന്നായി. ബില്ല് മാറി കിട്ടാൻ താമസിച്ചാൽ എനിക്ക് കുറച്ച് ദിവസം അവിടെ തങ്ങേണ്ടി വരും. അപ്പോ മോളുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റില്ല. അതിപ്പോ കുറച്ച് നേരത്തെ വന്നാലും പറ്റില്ല. അതെന്താ? കല്യാണം മുടങ്ങി. എല്ലാം ഒരുക്കി കഴിഞ്ഞ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്തു, വരുന്നവർക്ക് താമസിക്കാൻ മുറികൾ ഏർപ്പാടാക്കി, സ്വർണ്ണം ഏൽപ്പിച്ചു, സദ്യക്കുള്ള സാധനങ്ങൾ അടക്കം വാങ്ങി. പക്ഷെ ഇന്നൊരു ബോംബ് വേണം, ഒരു ആറ്റൻ ബോംബ്. ചെറുക്കൻ ഇല്ലീഗലായിട്ടൊരു ബന്ധമുണ്ടത്രേ. അത് വീട്ടുകാർക്ക് ഇപ്പോഴാ മനസ്സിലായതെന്ന്. പറഞ്ഞ ചെറുക്കന്റെ തന്തയാ, മാന്യൻ. അയാളിനോട് ഒരുപാട് മാപ്പ് പറഞ്ഞു. അതിഭയങ്കരമായ പെർഫോമൻസ്. അത് കഴിഞ്ഞിട്ടുള്ള വരവായത്. വീട്ടിൽ കയറിയില്ലേ? എങ്ങനെ കയറും? 6ാമത്തെ കല്യാണമായി മുടങ്ങുന്നേ. വീട്ടിൽ കയറിയ എന്റെ മോടെ മുഖത്ത് നോക്കി അത് പറയണ്ടേ. പിന്നെ 2 വീശി ഒരു ധൈര്യത്തിന്. അതില്ലാത്തതാ, അതിന്റെ ഒരു മടി വേറെ. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പഠിക്കി നിൽക്കുമ്പോഴാ ഇവിടെ ലൈറ്റ് കണ്ടത്. ഏതായാലും ഈ ശുഭവാർത്ത ആദ്യം അറിയിക്കുന്നത് കോൺട്രാക്ടറെ. ഇത്രത്തോളമായിട്ട് കല്യാണം മുടങ്ങിയാൽ ശത്രുക്കളും അസൂയക്കാരൊക്കെ ഒരുപാടുണ്ട്. റിട്ടയർ ചെയ്യാൻ 1 കൊല്ലം ബാക്കിയുള്ളപ്പോ കുട്ടികളെയും കൂട്ടി ഈ ഓണം കയറാൻ മൂലയിൽ ഒതുങ്ങിക്കൂടി എന്തുകൊണ്ടാണെന്ന് കോൺട്രാക്ടർക്ക് അറിയാവോ? സത്യത്തിൽ പേടിച്ചിട്ടാ. എല്ലാ കനലുകളും ഈ നെഞ്ചിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവരറിയുന്നത്? സന്തോഷം മാത്രമേ പങ്കുവെക്കാൻ പാടുള്ളൂ, ദുഃഖം ഒരിക്കലും പങ്കുവെക്കരുത്. അതിന്റെ തീയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് വേകുന്ന ഒരു സുഖമാ. ഇനിയിപ്പോ തിരക്കായി. മണ്ഡപം ക്യാൻസൽ ചെയ്യണം, സ്വർണം വേണ്ടെന്ന് പറയണം, ക്ഷണിച്ചവരെയൊക്കെ ചെന്ന് കണ്ട് കാര്യം പറയണം. കല്യാണം നടത്തുന്നതിനൊക്കെ തിരക്കാ. കാലത്തെ വണ്ടിക്ക് പോകണ്ടതല്ലേ, മുംബൈ കിടന്ന് ഉറങ്ങിക്കും. സോറി, ഞാൻ മോനെന്ന് വിളിച്ചു, അറിയാതെ പറ്റിപ്പോയതാ. ഇതുപോലുള്ള സമയത്താ ഒരു മോനുണ്ടായിരുന്നെങ്കിൽ ഇത് കൊതിച്ചു പോകുന്നത്. സോറി ട്ടോ. ഗുഡ് നൈറ്റ്. ചേട്ടൻ എന്താ ഇത്രയും വൈകിയത്? പോയ കാര്യം നടക്കണ്ട. എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? അവിടുത്തെ മേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? ആ, അന്ന് രാത്രി ഇവിടെ വന്നില്ലേ,
പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപവും ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ. ദിവസം 10 കഴിഞ്ഞു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആരോടും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല. മക്കളോ വയസ്സിനോ ഒക്കെ കരച്ചിൽ തന്നെ കരച്ചില്. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് നാടുവിട്ടതാവുമെന്നാ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം. അപ്പോഴേക്കും നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യാനോ? എന്തിന്? നമുക്കിപ്പോ തന്നെ സ്ഥലം വിടാം. പഴയതുപോലെ ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് മാറാം. ആ, ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ കഴുതേ, അവിടെ ഒരാളെ കാണാതിരിക്കുക. ഇനി പോലീസ് വരും, പത്രക്കാർ വരും, അവരൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്തിനായി പൊല്ലാപ്പൊക്കെ? നല്ല ബെസ്റ്റ് ബുദ്ധി. എന്തേ? ഹൗസ് ഓണറെ കാണാതായി. ഇടക്കാലത്ത് താമസിക്കാൻ വന്ന വാടകക്കാർ പെട്ടെന്ന് മുങ്ങി. നമ്മൾ രണ്ടാളകത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട. പത്രത്തിലൊക്കെ പടവും വരും. ശേഖരമേനോന്റെ തിരോധാനം, കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ. നീ വെറുതെ പേടിപ്പിച്ചാരാ? ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് അവിടെ വരെ ഒന്ന് പോയി അവരെ ഒന്ന് സമാധാനിപ്പിക്കും. അതിലുണ്ടല്ലോ പ്രശ്നം. അതിലെന്താ പ്രശ്നം? എടാ നിനക്ക് അറിഞ്ഞൂടെ, ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു നിറയും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ഫീലിംഗ് ആണെന്ന്. ഒരു ഫീലിംഗും ഇല്ല, പക്ഷെ കണ്ണു നിറയും. കണ്ണ് നിറഞ്ഞോട്ടെ, ഫീലിംഗ് ഇല്ലല്ലോ. ചേട്ടൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അറിയാവുന്നിടത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ചെന്നിട്ടില്ല. വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നല്ലോ. അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയും മക്കളെയും വിട്ടു നിന്ന മനസ്സമാധാനം ഉണ്ടാവും അവന്. വരും, അധികം താമസിയാതെ വരും. ഗോപി എന്ന ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. എന്താ, പ്രീ ഡിഗ്രിക്ക് നമുക്ക് റാങ്ക് വാങ്ങിക്കണ്ടേ? അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും, അച്ഛനും വിഷമാവും. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു, കുട്ടൂസെന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് കൈനിറച്ച ചോക്ലേറ്റും ലഡുവും ഒക്കെ തരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിലൊന്ന് പോണം, പിന്നെ വരാം. ഇവിടെ പറയൂ താനിങ്ങ് നോക്കി. അങ്ങനെയല്ല കറക്കുന്നേ. ഒന്നുകിൽ ദേ ഈ രണ്ടുപേരിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തിൽ, അല്ലെങ്കിൽ ദേ ഇങ്ങനെ പിടിച്ചിട്ട് മ്യാവ് മ്യാവ് പിഴിഞ്ഞെടുക്കുന്ന പോലെ. എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ താനിങ്ങ് മാറിക്ക് മറിയുന്നേ. ഇത് കണ്ടോ, ഈ മുലക്കടിയിൽ ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും. എങ്ങനെ ഇടിച്ചു കൊടുത്താലും 1.5 ലിറ്ററിൽ കൂടുതൽ പാല് ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്കപ്പന്റെ പരാതി കറക്റ്റാ സാറേ. പാല് കൂടുതൽ കിട്ടുമെന്നും പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ. പറയാറായിട്ടില്ല പറയസേ. നല്ല കപ്പലണ്ടി പിണ്ണാക്കും പരുത്തിക്കുരുവും കൊടുത്ത് 2 ദിവസം ഇവളെ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടും പാല് കൂടുതൽ തരുന്നില്ല എങ്കിൽ നടപടി എടുത്തു. ഓക്കെ സാർ. ആ, താനൊന്ന് കറന്നേ. കറക്ക്. ഏടോ വേറെയൊക്കെ ഇച്ചിരി വേദനയ്ക്ക് നല്ല ബലത്തിൽ കറക്ക്. കണ്ടോ, ഇപ്പൊ പാല് വരുന്ന കണ്ടോ? ആ സാർ, ഓ, ആ പരാതിക്കാരെ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എടോ ഞാൻ വേറൊരു പരാതി നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലാവില്ല. ഓ, നാശം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതോടുകൂടി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖരമേനോൻ ഗുരുവായൂർക്ക് പോയതാണ്. രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് കിട്ടാനിട്ടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ. ഹലോ, അതെ, എസ് ഐ തന്നെയാ സംസാരിക്കുന്നേ. ഡെഡ് ബോഡി കിട്ടിയെന്നോ? എവിടെ വെച്ചാ കണ്ടത്? വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മോർച്ചറിൽ തന്നെ കിടക്കട്ടെ. ശരി ശരി, ഏർപ്പാട് ചെയ്യാം. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള സുകുമാരമുള്ള സ്വാമി മുളങ്കാവിൽ എസ് ഐ വിളിച്ചത്. അവിടുത്തെ ഏതോ തോട്ടിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്ന്. ആരുടെയാണ് സാർ? ഛ, ആ കോട്ടൂരിലെ തല്ലുകേസിൽപ്പെട്ട് വെള്ളത്തിൽ ചാടി പയ്യനില്ലേ അവന്റെ. ഓ, അത് ശരി. ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ. ഗുരുവായൂർക്ക് പോയ ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല. നിർത്ത്. വെള്ളത്തിൽ ചാടി ചെറുക്കന്റെ കാര്യത്തിൽ ശേഖരമേനോൻ എങ്ങനെയാണോ കയറി വന്നത്? സാർ, ഇത് ഇവരുടെ പരാതിയാണ്. ഓ, മനസ്സിലായി. ആ, ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഡെഡ് ബോഡിയായി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ. ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില്. ഇവിടുന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ.